ഹലോ ഗെയ്സ്, ഇത് നമ്മളിന്നത്തെ പച്ചക്കറി വറുത്തതാണല്ലോ. വാർപ്പിൻ്റെ മുകളിൽ നിന്ന് വറുത്ത് ഇപ്പോൾ പൊട്ടിച്ച് കൊണ്ടുവരികയാണ്. ഒരു ലേശം ചീര എന്നേക്കും കുറേശ്ശെ ദിവസം ഇങ്ങനെ എടുത്തിട്ട് പൊട്ടിക്കുക. അതിലൊരു ചുവന്ന ചീരൻ്റെ മുരടൊന്ന് വിട്ടക്കണം. വിത്ത് കൊടുന്നിട്ടുണ്ട്. കൊടുന്ന വിത്ത് എങ്ങനെയോ പോയി പെട്ടതാണ് ഇവിടെ. അപ്പോൾ ഒരു ചുവന്ന ഒരു ചീര ഒരു കിലോമിൻ്റെ അടുത്ത് ചീര കൊടുന്നു. പിന്നെതാ നല്ല പടവലം, പിന്നെ വൈതളങ്ങ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറക്കട്ട. അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് നല്ല വളമ ഇങ്ങനെ ചെന്ന് കൊണ്ടിരിക്കണം. പച്ചച്ചാണകം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിലേ ഇതുപോലെ നല്ല പടലങ്ങ, ഇപ്പം ചിരങ്ങൊക്കെ ആവുന്നുണ്ട്, പയറാവുന്നുണ്ട്, എല്ലാ ജാതി പച്ചക്കറികളാവുന്നുണ്ട്. മുളകൊന്നും അറുത്തിട്ടില്ല. ഇപ്പം മുളകൊക്കെ അറക്കാൻ അങ്ങനെ കിടക്കുക. അങ്ങനെ കയറ്റാണ്ട് അറക്കും. കുറേ പോത്ത് കിളികളൊക്കെ തിന്നു പോകും. അപ്പോൾ ഇന്നൊരു സ്പെഷ്യല് രാത്രിക്കൊക്കെ നല്ലൊരു കറികളെ ഉണ്ടാക്കാം. അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെറിയ. അപ്പോൾ വീഡിയോ കാണുന്നതിൽ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഇറക്കുന്നവരുണ്ടാവും. അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഇതുപോലെ ചീരകളും അവനവൻ്റെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഇറക്കുന്നവരുണ്ടാവും. അവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന കൃഷി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും പറയാറുണ്ട്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ളൂ. നാച്ചുറലായിട്ടുള്ള യാതൊരു രാസവളങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക തരം മരുന്നുകളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫുള്ള് മരുന്നടിച്ച് വരികയാണ്. മരുന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള ചീനമുളകായാലും വേണ്ടില്ല, കാന്താരി മുളകായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ചുവന്ന മുളകായാലും വേണ്ടില്ല. മുളക്, വെളുത്തുള്ളി, വേപ്പെണ്ണ, പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പ് ഏതെങ്കിലുമൊക്കെ ഒന്ന് ഉപയോഗിക്കുക. അത് വേപ്പെണ്ണ ഒന്ന് അതിൽ അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. കുറച്ച് പറഞ്ഞാൽ ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തേക്കൊരു 50 മില്ലിയെങ്കിലും വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിശ്രിതം ഉണ്ടാക്കിയിട്ട് നല്ല വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ഇതിനൊക്കെ അടിച്ചു കൊടുത്താൽ മുഞ്ഞ ശല്യം, സൈസ് കറുത്തിട്ടുള്ളൊരു പാൻ്റെ ശല്യമുണ്ട്. ഞങ്ങളിവിടെ പറയല് കൂരനായിട്ടുള്ള കൂരനൊക്കെ പറയും. പാറ്റിന് വരുന്ന ഒരു ശല്യമാണ്. അല്ലെങ്കിൽ ചിരങ്ങക്ക് വരുന്ന വേറെ അതേമാതിരി ചിരങ്ങക്കൊരു മഞ്ഞച്ചിട്ടൊരു പാൻ്റെ ശല്യം വരും, ഒരു ഈച്ച ശല്യം. അപ്പോൾ ഇതിനൊക്കെ ഉണ്ട്. ഇതിനൊക്കെ അടിക്കലാണ്. വേറെയുള്ള മറ്റുള്ള മരുന്നുകളൊന്നും അടിക്കലില്ല. മറ്റുള്ള രാസവളങ്ങളൊന്നും ഇതുവരെ വാർപ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഇത്രയും കടലപ്പിണ്ണാക്ക്, പച്ചച്ചാണകം, പടവലം ഏകദേശം അറുത്ത് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ തവണയായിട്ടാണ് ഇപ്പോൾ പരിശ്രമം പറഞ്ഞതിന് ശേഷം. അപ്പോൾ ആ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊരു പ്രചോദനമായിട്ട് എല്ലാവരും കാണുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് പറ്റുക. എല്ലാവരുടെ കൃഷിയിലും നല്ല വിളവും അത് ഇറക്കുമ്പോഴുള്ള സന്തോഷവും എല്ലാവർക്കും നല്ലോണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. മുഹമ്മദ് സ്വാഗതമാണ്.